നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു പണത്തെ ആകർഷിക്കുവാനുള്ള ചിഹ്നത്തെക്കുറിച്ചാണ്. പലതരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, മാത്രമല്ല താന്ത്രികങ്ങൾ, അതുപോലെ തന്നെ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ചാനലിലൂടെ കണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നതായും അവർ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമ്മുടെ പണ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാനായി ഒരു പ്രധാനപ്പെട്ട ചിഹ്നത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷൻ മെത്തേഡിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലും ഒരുപാട് പണ ആകർഷണ യന്ത്രങ്ങളും നമ്പറുകളും സ്വിച്ച് വേർഡുകളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചിഹ്നമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ യാതൊരുവിധ നിബന്ധനകളും ഇതിൽ പാലിക്കേണ്ടതില്ല. ഏതൊരു സമയത്താണോ നമുക്ക് കുറച്ച് പണം അത്യാവശ്യമായി തോന്നുന്നത്, ആ സമയത്ത് നമ്മുടെ കൈകളിൽ ഈ ചിഹ്നം നമുക്ക് വരയ്ക്കാവുന്നതാണ്. മാത്രമല്ല, ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒരു ദിവസത്തിൽ ഒരു തവണ ഈ ചിഹ്നം നമ്മുടെ കൈകളിൽ വരയ്ക്കാം. ഇത് മുഴുവനായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. വിശ്വാസപൂർവ്വം നമ്മൾ ചെയ്യുന്ന എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും പൂർണ്ണമായും ഫലം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ചിലർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറി കിട്ടാത്തതിൽ വളരെയധികം മടുപ്പ് തോന്നുകയും അവർ പൂജകളും വഴിപാടുകളും പാടി ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള ദൈവവിശ്വാസികൾ അല്ലാത്തവർക്ക് പോലും ചെയ്യാവുന്ന ഒരു അത്ഭുത മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതെല്ലാം തന്നെ ഇടത് കൈയിലാണ് വരയ്ക്കുവാനായിട്ടോ അല്ലെങ്കിൽ എഴുതുവാനായിട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ചിഹ്നം എന്ന് പറയുന്നതും നമ്മുടെ ഇടതു കൈയിലാണ് എഴുതേണ്ടത്. നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ കൊണ്ട് നമുക്ക് ഇത് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ചിഹ്നം വരയ്ക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ചിഹ്നം വരയ്ക്കേണ്ടതെന്ന് കാണാം. നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര രൂപയാണ് ആവശ്യമെന്നിരിക്കട്ടെ, ആ നിശ്ചിത തുക നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ കരുതിയിടുക. പിന്നീട് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചതിന് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാം നന്ദി എന്നുള്ള വാക്കിന് എത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത് എന്ന്. ഒരു ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന വാക്കുകളാണ് താങ്ക് യു, അതുപോലെ തന്നെ ഐ എം സോറി, ഫൊർഗീവ് മീ, ഐ ലവ് യു എന്നുള്ള ഈ 4 വാക്കുകൾ. ഈ 4 വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് താങ്ക് യു തന്നെയാണ്. കാരണം ഈ പ്രപഞ്ചം നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതെല്ലാം തന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ ഈ പ്രപഞ്ചം വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ചെറിയ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ തരുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി, മനഃപൂർവ്വമായ സന്തോഷത്തോടു കൂടി ആ തരുന്ന സാധനം ഏൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഇതുപോലുള്ള ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ഈ സാധനങ്ങളും എല്ലാം തരണമെന്ന് ആഗ്രഹം തോന്നും. അത് സ്വാഭാവികം മാത്രം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചവും നിങ്ങൾ എന്തു തന്നിട്ടും നിങ്ങൾക്കൊരു തൃപ്തിയില്ല, ജീവിതത്തിൽ ഇതല്ല, എനിക്ക് എപ്പോഴും കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ചിന്താഗതികളോടുകൂടി നടക്കുന്നവരാണെങ്കിൽ പ്രപഞ്ചം തന്നെ കരുതും ഇവർക്ക് എന്ത് കൊടുത്താലും ഇവർക്ക് സന്തോഷമാകില്ല, അതിനാൽ തന്നെ ഇവർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കും. അതിനാലാണ് ഞാൻ പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ താങ്ക് യു എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ കുളിക്കുന്ന സമയത്ത്, വെള്ളം തിരിച്ചു വിടുന്ന സമയത്തും, നമ്മുടെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്തും നമ്മൾ താങ്ക് യു എന്ന് പറയുക. ഈ താങ്ക് യു എന്തിനാണ് എന്ന് പോലും നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതിന് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഈ താങ്ക് യു എന്ന് പറയുവാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടായതുപോലും ഈ പ്രപഞ്ചം നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അതിനാൽ നമുക്ക് ഏതൊരു ചെറിയ വിഷയങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും താങ്ക് യു എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അപ്പോൾ നമുക്ക് വരാവുന്ന ആ ഒരു പണത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പ്രപഞ്ചത്തോട് താങ്ക് യു എന്നുള്ള വാക്ക് നിങ്ങളെ കൊണ്ട് എത്ര തവണ പറയുവാൻ സാധിക്കുമോ അത്രയും തവണ പറഞ്ഞതിനു ശേഷം മാത്രം ഞാൻ ഇവിടെ കാണിക്കുന്ന, അതായത് നമ്മുടെ കൈകളിൽ വരയ്ക്കാവുന്ന ആ ചിഹ്നം നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് വരയ്ക്കുമ്പോഴും നിങ്ങൾ
പെട്ടെന്ന് വരച്ചു തീർത്ത് പോകണമെന്ന ചിന്തയോടുകൂടി അല്ലാതെ വളരെ പതുക്കെ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിയ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളിത് വരയ്ക്കേണ്ടത്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ എഫ് എന്നുള്ള ആ ചിഹ്നത്തോടു കൂടി ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മുടെ കൈകളിൽ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും ഈ ചിഹ്നം വരയ്ക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പെരുവിരലിന് താഴെയാണ്. അതായത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ എഴുതുന്ന ഒരു നമ്പറാണ് ഈ 24 എന്നുള്ളതും ഇൻഫിനിറ്റി സിമ്പലും. അതിന് താഴെയായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഇടതു കൈകളിൽ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും ഈ ഒരു സിമ്പൽ വരയ്ക്കാവുന്നതാണ്. നിങ്ങൾ ഇത് എത്ര ദിവസം വരയ്ക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര ദിവസങ്ങൾ വേണമെങ്കിലും വരയ്ക്കാം. പണം നമ്മളിലേക്ക് തടസ്സമില്ലാതെ വന്നു ചേരുവാനായിട്ടും പണത്തെ ആകർഷിക്കുവാനുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിമ്പലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ട ഉടനെ പലരും ചോദിക്കും, മാഡം 24 എന്ന് എഴുതിയിട്ടുണ്ട്, ഞങ്ങളും അതുപോലെ എഴുതണോ എന്ന്. ഈ 24 എന്ന സിമ്പലിന് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തി കൂടുതലാണ് എന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിഹ്നം മാത്രം വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ 24 എന്നുള്ളതും ഇൻഫിനിറ്റി സിമ്പലും വരയ്ക്കാവുന്നതാണ്. നിങ്ങൾ തുടർച്ചയായി ഇങ്ങനെ ചെയ്യും തോറും നിങ്ങളിലേക്ക് വരുന്ന പണത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള മണി ബ്ലോക്കേജുകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. വെറുതെ 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന പേന കൊണ്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അയ്യോ, എനിക്ക് ഇത്ര രൂപ ചിലവാക്കി ഞാൻ ഈ താന്ത്രികം ചെയ്തു, ഈ മെത്തേഡ് ചെയ്തു, യാതൊരുവിധ ഫലവുമില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ പറയുന്ന എല്ലാ മെത്തേഡുകളിലും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഫലം തരുന്നതായിരിക്കും. ഓരോരുത്തർക്കും പല വിധത്തിലുള്ള മെത്തേഡുകളായിരിക്കും ഫലം കൊടുക്കുന്നത്. ചിലർക്ക് നിത്യ ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ഫലം കിട്ടുന്നതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് കോൺവലക്സ എന്നുള്ള സ്വിച്ച് വേർഡ് പറയുമ്പോൾ ഫലം കിട്ടുന്നതായി പറയുന്നുണ്ട്. മറ്റു ചിലർക്കാകട്ടെ നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കുവാൻ പറയുന്ന ആ ഒരു 3 സാധനങ്ങൾ ഏതാണ് എന്നെല്ലാം ഞാൻ നേരത്തെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ചെയ്യുമ്പോൾ ഫലം കിട്ടുന്നതായും പറയുന്നുണ്ട്. ഇങ്ങനെ പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഫലം കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതിലാണോ കൂടുതലായിട്ട് ഫലം കിട്ടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത് ആ കാര്യം നിങ്ങൾ തുടർച്ചയായി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി ചിലരുടെ സംശയം, ഇത് രാവിലെ മാത്രമാണോ ചെയ്യേണ്ടത് എന്ന്. രാവിലെ ആണെങ്കിലും ഉച്ച സമയത്താണെങ്കിലും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങളിത് ചെയ്യുവാനായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും പ്രപഞ്ചം നമ്മൾ ആവശ്യപ്പെട്ട പണം നമ്മളിലേക്ക് എത്തിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഫലം തീർച്ചയായും നമ്മളെ തേടി വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.